കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പ്രോട്ടോകോൾ ഉണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം പടച്ചവനെ എന്റെ മകൻ എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ മകനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു എന്ത് പറഞ്ഞു? ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിങ്ങളുടെ അഹ്ലു ബൈത്തല്ല. ഇന്നഹു വലദുൻ ഗൈറു സാലിഹ്, നല്ല കുട്ടിയല്ല. വലാ തുഖാതിബനി ഫില്ലദീന വലമു, ആ അക്രമികളെ സംബന്ധിച്ച് എന്നോട് നിങ്ങൾ സംസാരിക്കരുത്. ഇനി അയലുക അൻ തകൂന മിനൽ ജാഹിലീൻ, നിങ്ങൾ ജാഹിലികളിൽ പെടാതിരിക്കാൻ ഞാൻ പ്രത്യേകം ഉപദേശിക്കുന്നു. അവിടെ സ്വന്തം മകനാണ്, അതാണ് സ്വന്തം അഹ്ലുൽ ബൈത്താണ്. പക്ഷേ ആ റൂട്ട് മാറിയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ സംഭവിച്ചു. അപ്പൊ അഹ്ലുൽ ഇൽമായിരുന്നാലും ശരി, അഹ്ലുൽ ബൈത്തായിരുന്നാലും ശരി, അഹ്ലുൽ ദിക്ർ എന്ന് പറയുന്ന വേറെ വിഭാഗമുണ്ട്. ദിക്ർ ചൊല്ലുന്നവര്. ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങൾക്ക് ദിക്റുണ്ട്, ഞങ്ങൾ എപ്പോഴും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. ഇല്ല, അങ്ങനെ ഒരു വകുപ്പില്ല. അഹ്ലുൽ ഇൽമായാലും അഹ്ലുൽ ബൈത്തായാലും അഹ്ലുൽ ദിക്റായാലും പ്രോട്ടോകോൾ അനുസരിച്ചിരിക്കണം, അപ്പോഴേ രക്ഷയുള്ളൂ. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പന്താ അതിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പോഴേ ആ നിലക്കുള്ള പാണ്ഡിത്യത്തിന്റെയും അഹ്ലുൽ ബൈത്തിന്റെയും മറ്റെല്ലാ പരിഗണനയും ഉള്ളൂ. ഇതാണ് സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്.